സാധനം. അപ്പൊ അതിനിടെ പല രീതിയിലും പലരും പല കമന്റുമായിട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടായിരുന്നോ? കമന്റ് കണ്ടില്ല, അതെടുത്തിട്ട് എന്നെ റോസ്റ്റ് ചെയ്യുന്ന കണ്ടു. ഇതിനകത്ത് പറയുന്ന സംഭവമാണ്, നിന്റെ വട അതിന് മാത്രം വലിയ വടയാണോ ചെറുതാണ് എന്നുള്ള രീതിയിൽ. ചെറുതാണ്, നല്ലതല്ല ചെറിയ ചെറുത്. എടോ ഞാൻ ആകെ ഇച്ചിരി ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ചെറുതാണ്, അത്രേ ഉള്ളൂ. അതിനെന്ത് ഞാൻ എന്ത് പറയാനായിരുന്നു? വന്നിട്ട് ഒരു റെസ്പെക്ട് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. എന്നോട് നിങ്ങൾക്ക് സംസാരിക്കണ്ട എന്ന്. സുഹൃത്തുക്കളെ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്ന പല കാര്യങ്ങളും അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നു, അല്ലെങ്കിൽ പ്രശസ്തി എന്നത് ഒരു ലഹരിയായിട്ട് മാറുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വില എത്രത്തോളമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 8-ന് മഞ്ജു പത്രോസ് കൊടുത്ത ഒരു വീഡിയോ ശരിക്കും ഒരു വ്യക്തിക്കെതിരെയുള്ള ഒരു വിമർശനമല്ല അത്, മറിച്ച് നമ്മുടെ സൈബർ സംസ്കാരത്തിന് നേരെ പിടിച്ച ഒരു കണ്ണാടി തന്നെയായിരുന്നു. ഇന്ന് ലേഡീസ്, നമ്മുടെ വനിതാ ദിനമല്ലേ, ലേഡീസ് ഡേ. അപ്പോൾ അതുകൊണ്ടിട്ടൊന്ന് പറയണമെന്ന് തോന്നി. നമ്മൾ എങ്ങനെയും ജീവിക്കാൻ പാടില്ല, ഡിഗ്നിറ്റി കളഞ്ഞുകൊണ്ട് നമുക്ക് ജീവിക്കേണ്ട കേട്ടോ. നമ്മൾ നല്ല അഭിമാനത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കേണ്ടവരാണ്. അത് ആണായാലും പെണ്ണായാലും ഡിഗ്നിറ്റി കളഞ്ഞിട്ട് ഒരിക്കലും ജീവിക്കരുത്. നമ്മുടെ ഓപ്പോസിറ്റുള്ള ഒരാൾ, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഓരോ യൂട്യൂബേഴ്സ് ഓപ്പോസിറ്റുള്ള ആളോട്, സെലിബ്രിറ്റികളോട് ഇങ്ങനെ ഡബിൾ മീനിങ്ങിലൊക്കെ സംസാരിക്കും. അപ്പോൾ അത് അങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം നമ്മൾ കൊടുക്കുന്നതാണ്. ആ ധൈര്യം നമ്മൾ ഒരിക്കലും കൊടുക്കരുത്. എന്നോട് എന്ത് അവൻ സംസാരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അതിനപ്പുറത്തേക്കുള്ള ഒരു സ്വാതന്ത്ര്യം ഒരുത്തനും കൊടുക്കരുത്, അതാണായാലും പെണ്ണായാലും. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ടോന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കുറേ ഒരു വീഡിയോ ഞാൻ കണ്ടത്, ഇങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ ഒരു സ്ത്രീ കയറുന്നു. അപ്പോൾ ബാക്കിൽ കുറേ യൂട്യൂബേഴ്സ് വന്ന് നിന്നിട്ട് എന്ത് വലിയ വണ്ടിയാ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന് കുട്ടി ചിരിക്കുന്നതുകൊണ്ട് എനിക്കത് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ ആ ഒരു അവസരം നമ്മൾ ഒരുത്തനും ഉണ്ടാക്കി കൊടുക്കരുത്. എന്നോട് അത് പറയാൻ അവൻ പേടിക്കണം. അത് ഒരുത്തിനെ പോയി അടിച്ചിട്ടൊന്നുമല്ല പേടി ഉണ്ടാക്കേണ്ടത്. അത് നമ്മളുടെ പെരുമാറ്റം, നമ്മളുടെ സംസാരം ഒക്കെയാണ്. അതിൽ കുറച്ചിട്ടുള്ള സന്തോഷം മതി നമുക്കെന്ന് നമ്മൾ തീരുമാനിക്കണം. കാരണം നമുക്ക് പിറകെ നമ്മുടെ കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ അച്ഛനമ്മ, എല്ലാവർക്കും നമ്മളെക്കുറിച്ച് അഭിമാനിക്കണ്ടേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. വഴി കൂടി പോണ ആരാണെങ്കിലും, ഏതവനാണെങ്കിലും എന്നോട് സംസാരിക്കുമ്പോൾ അളന്ന് സംസാരിക്കാൻ അവൻ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവരുത്. അവൻ പേടിക്കണം. അവളോടത് പറഞ്ഞാൽ ശരിയാവില്ല, അവളെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് മുമ്പിലുള്ളവർക്ക് ഉണ്ടാവണം. അത് പ്രത്യേകിച്ച് സ്ത്രീകളോട്. മോശമായിട്ട് ഒരാൾ സംസാരിച്ചെന്ന് തോന്നിയാൽ പിന്നീട് അവനത് സംസാരിക്കാനുള്ള ഇട കൊടുക്കരുത് നിങ്ങൾ, കേട്ടോ. ഇത്ര എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. എനിക്ക് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ ഭയങ്കരമായിട്ടുള്ള കടന്നുകയറ്റമല്ലേ. അപ്പോൾ എന്നിട്ട് വന്നിട്ട് ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ ഇങ്ങനെ വട കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് എൻജോയ് ചെയ്തിട്ട് മറുപടി പറയുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. അതൊരിക്കലും അനുവദിച്ചു കൊടുക്കരുത്. എന്നോട് നീ അത് സംസാരിക്കണ്ട എന്നത്. സ്ത്രീകൾക്ക് എല്ലാ സ്വാതന്ത്ര്യം വേണമെന്ന് വാദിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ആ സ്വാതന്ത്ര്യം സ്വന്തം ശരീരത്തെ തന്നെ വിപണനം ചെയ്യാനോ അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മറ്റുള്ളവർക്ക് നമ്മെ കളിയാക്കാൻ അവസരം ഉണ്ടാക്കി ഉള്ളതാകരുത്. രേഷ്മ എന്ന വ്യക്തിയുടെ വീഡിയോകളിൽ ഉപയോഗിക്കുന്ന വട പോലുള്ള പ്രയോഗങ്ങൾ വെറും തമാശമല്ല. അതൊരു സ്ത്രീ തന്റെ സ്വത്വത്തെ തന്നെ താഴ്ത്തി കെട്ടുന്നതിന് തുല്യമാണ്. മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ നമ്മളെ തന്നെ ബഹുമാനിക്കാൻ പഠിക്കണം. അപ്പൊ അതിനിടെ പല രീതിയിലും പലരും പല കമന്റുമായിട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടായിരുന്നോ? കമന്റ് കണ്ടില്ല, അതെടുത്തിട്ട് എന്നെ റോസ്റ്റ് ചെയ്യുന്ന കണ്ടു. ഇതിനകത്ത് പറയുന്ന സംഭവമാണ്, നിന്റെ വട അതിന് മാത്രം വലിയ വടയാണോ ചെറുതാണ് എന്നുള്ള രീതിയിൽ. ചെറുതാണ്, നല്ലതല്ല ചെറിയ ചെറുത്. എടോ ഞാൻ ആകെ ഇച്ചിരി ഉള്ള ഒരാളാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ സാധനം ചെറുതാണ്, അത്രേ ഉള്ളൂ. അതിനെന്ത് ഞാൻ എന്ത് പറയാനായിരുന്നു? എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള പേക്കൂത്തുകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനേക്കാൾ കഷ്ടം എന്താണെന്ന് അറിയാമോ? ഇത് കണ്ട് കൈയടിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഇവിടെ കുറെ ആളുകളുണ്ട് എന്നതാണ്. പ്രശസ്തിക്ക് വേണ്ടി സ്വന്തം അന്തസ്സും മാന്യതയും പണയം വെക്കുന്നവരെ നമ്മൾ വിമർശിക്കുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് പറയുന്ന ന്യായീകരണ തൊഴിലാളികളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ ഇത്തരം മോശമായിട്ടുള്ള പ്രവണതകൾ വളരാനുള്ള കാരണം അവർ മാത്രമല്ല, മറിച്ച് അത് കണ്ട് ചിരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളാണ്. ഒരു സ്ത്രീ തന്റെ അന്തസ്സ് കളഞ്ഞ് സംസാരിക്കുമ്പോൾ അതിനെ ബോൾഡ്നെസ് എന്ന് വിളിക്കുന്നവർ ഒന്ന് ചിന്തിക്കുക. ഇതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെൺകരുത്ത് എന്ന് പറയുന്നത്? സ്വന്തം ശരീരത്തെ മോശമായിട്ട് ചിത്രീകരിക്കുന്നതാണോ സ്വാതന്ത്ര്യം? ഇത്തരം വീഡിയോകൾക്ക് ലൈക്കും കമന്റും നൽകുന്നതിലൂടെ നമ്മൾ വരും തലമുറയ്ക്ക് നൽകുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ അതിനെ കഴപ്പ് എന്ന് തന്നെ വിളിക്കേണ്ടി വരും.
പ്രശസ്തിയോടുള്ള ആർത്തി മൂത്ത് എന്ത് അസംബന്ധവും വിളിച്ചു പറയാമെന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു. ഇതിനെതിരെ സംസാരിക്കേണ്ട കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ഇത് കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ആളുകൾ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത്. ഒരു വീട്ടമ്മ എന്ന നിലയിലും അതുപോലെ ഒരു അവതാരക എന്ന നിലയിലും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വീട്ടിലെ കുട്ടികളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുമോ? കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഒരു വീഡിയോയില് ഒരു ഇടുക്കിയിൽ നിന്നുള്ള ഒരു അമ്മ വിളിച്ച് സംസാരിക്കുന്നത് കേട്ടപ്പോൾ, അത് നമുക്കറിയാം ബ്ലോഗർ ഷഫീന ബീബിയുടെ ചാനലിൽ വന്ന ഒരു വോയിസ് ആണ്. അതായത് അവര് ഇടുക്കിയിലെ അമ്മ അവരെ വിളിച്ച് സംസാരിക്കുന്ന ഒരു കോളാണ്. ആ കോളിന്റെ സംപ്രേഷണം അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോ കോള് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ ആ സംസാരിക്കുന്നത് കേട്ടുമ്പോൾ സത്യത്തിൽ നമുക്ക് വിഷമം തോന്നും. നമ്മൾ തമാശയായിട്ട് കാണുന്ന പല കാര്യങ്ങളും സാധാരണക്കാരായിട്ടുള്ള മാതാപിതാക്കളെ എത്രത്തോളം വേദനിപ്പിക്കുന്നു എന്നതിന്റെ ഒരു തെളിവായിരുന്നു ആ ഒരു ഫോൺ കോൾ എന്ന് പറയുന്നത്. ആ അമ്മ പറഞ്ഞത് ഇതാണ്: 21 ലക്ഷം രൂപയുടെ കടമുണ്ട്, 4.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെയും തനിച്ചാക്കിയിട്ടാണ് ഭർത്താവ് പോയത്. ആ സമയത്ത് ജീവിതം അവസാനിപ്പിക്കാതെ പൊരുതി ജയിച്ച ഒരു സ്ത്രീയാണവര്. മണൽ വാരുന്ന ജോലിക്ക് വരെ പോയി കഷ്ടപ്പെട്ടാണ് അവർ തന്റെ മകളെ വളർത്തിയത്. അന്തസ്സായിട്ട് ജീവിക്കാനായിട്ട് അവർ നടത്തിയ ആ ഒരു പോരാട്ടത്തെ നമ്മൾ ബഹുമാനിച്ചേ മതിയാകും. അങ്ങനെയുള്ള ഒരു അമ്മയുടെ മുന്നിലേക്കാണ് വിധവ എന്ന ലേബലിൽ ഇത്തരം അശ്ലീല ചുവയുള്ള വീഡിയോകൾ എത്തുന്നത്. ഇതില് പ്രധാനപ്പെട്ടത് കുട്ടികളുടെ ഭാവി അതുപോലെ ആശങ്ക തന്നെയാണ് ഓരോ അമ്മമാരുടെ. അത് ആ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത്. ആ അമ്മയുടെ ഏറ്റവും വലിയ പേടിയും അത് തന്നെയാണ്. അതായത് തന്റെ മകളെ കുറിച്ചോർത്താണ് അവർക്ക് ആ പേടി. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്ക് പഠന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ മൊബൈൽ ഫോൺ വാങ്ങിച്ചു നൽകിയത്. പക്ഷെ യൂട്യൂബ് തുറന്നാൽ വരുന്നത് ഇത്തരത്തിലുള്ള വടപ്രയോഗങ്ങളും തരം താഴ്ന്ന സംസാരങ്ങളുമാണെന്നാണ് ആ ഒരു അമ്മ പറയുന്നത്. നമ്മളൊക്കെ ഇത്ര കഷ്ടപ്പെട്ട് മാന്യമായി ജീവിച്ചിട്ട് എന്ത് കാര്യം, ഇങ്ങനെയൊക്കെ കാണിച്ചാൽ പോരെ എന്ന് വളർന്നു വരുന്ന കുട്ടികൾ ചിന്തിച്ചു തുടങ്ങിയാൽ അത് തകർക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറ തന്നെയാണ്. ആ അമ്മ ചോദിക്കുന്നത് എത്ര ന്യായമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്താണ് പകർന്നു കൊടുക്കുന്നത് എന്നുള്ളത്. അത് മാത്രമല്ല ആ ഒരു ഓഡിയോയില് ഒരു മറ്റൊരു പ്രധാന കാര്യവും കൂടെ അവർ ഉന്നയിക്കുന്നുണ്ട്. രേഷ്മയുടെ മക്കളെ കുറിച്ചും ആ ഒരു അമ്മ ചോദിക്കുന്ന ചോദ്യം, അതായത് സ്വന്തം അമ്മ പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ അത് തടയാൻ മക്കൾക്ക് കഴിയുന്നില്ലേ, അല്ലെങ്കിൽ അമ്മ വടവിറ്റാണ് മക്കളെ തീറ്റിക്കുന്നതെന്ന് മക്കളെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥ എത്ര ഭീകരമാണ്. ശരിക്കും നമ്മൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സ്വത്ത് നല്ലൊരു പേരും മാതൃകയുമാണ്. അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് എന്ത് പ്രശസ്തി നേടിയിട്ടും എന്ത് കാര്യമാണെന്നുള്ളത്. അത് മാത്രമല്ല അവർ പറയുന്നത്, തമിഴ്നാട്ടിലൊക്കെ ആയിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ നാട്ടുകാർ ഇതിനൊരു തീരുമാനമാക്കിയേനെ എന്നുള്ളത്. വളരെ രോഷത്തോടു കൂടി തന്നെയാണ് അവർ സംസാരിക്കുന്നത്. നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇത്തരം കാര്യങ്ങൾ തടയാൻ വഴികളില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അന്തസ്സും സ്ത്രീത്വവും പണയം വെക്കുന്നവർ ഈ അമ്മമാരുടെ കണ്ണീര് കാണണം. ഇത് കേവലം ഒരാളുടെ ജീവിതമല്ല, ഒരു തലമുറയെ തന്നെ വഴിതെറ്റിക്കുന്ന ഒരു പ്രവണതയാണ്. അവസാനമായിട്ട് അവർ ചോദിച്ച ചോദ്യമുണ്ട്, ഞങ്ങളൊക്കെ എന്തിനാണ് കഷ്ടപ്പെട്ട് അന്തസ്സായി ജീവിക്കുന്നത് എന്നുള്ളത്. കഠിനാധ്വാനം ചെയ്ത് മാന്യമായി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഇത്തരം പേക്കൂത്തുകളെന്നും. ന്യൂസ് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യാമെന്നുള്ളവർ മനസ്സിലാക്കുക, പണം കിട്ടുമായിരിക്കും, പക്ഷേ നിങ്ങളെ തേടി വരുന്നത് വെറും അവജ്ഞ മാത്രമായിരിക്കും. ഇതൊരു ശക്തമായിട്ട് അല്ലെങ്കിൽ ജെന്യുവൻ ആയിട്ടുള്ള ഒരു വിമർശനം തന്നെയാണ്. സോഷ്യൽ മീഡിയ എന്നത് വൃത്തികേടുകൾ എറിയാനുള്ള ഇടമല്ല. ഇത്തരം ആളുകളെ ബഹിഷ്കരിക്കാൻ നമ്മൾ തയ്യാറാകണം. സപ്പോർട്ട് ചെയ്യുന്നവരെ ഒന്ന് ഓർക്കുക, നിങ്ങൾ വളർത്തുന്ന ഈ പ്രവണത നാളെ നിങ്ങളുടെ സ്വന്തം വീടുകളിലേക്കും എത്തും. അന്നേരം അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല. നമുക്ക് വേണ്ടത് മാന്യമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ സംസ്കാരമാണ്. തെറ്റിനെ തെറ്റാണെന്ന് പറയാൻ മടിക്കേണ്ട കാര്യമേ ഇല്ല. ഇവിടെ മഞ്ജു പത്രോസ് പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. അന്തസ്സോടെ ജീവിക്കാനും പഠിക്കണം. രേണുവിനെ പോലെയുള്ളവർ സോഷ്യൽ മീഡിയ മലിനമാക്കുമ്പോൾ അത് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ഇടുക്കിയിലെ ആ അമ്മയുടെ രോഷം ഓരോ മലയാളികളുടെയും ഉള്ളിലുണ്ട്. ഇത്തരം പ്രവണതകളെ നമ്മൾ ഒന്നിച്ച് നിന്ന് തന്നെ എതിർക്കണം. നെഗറ്റീവ് കണ്ടന്റുകൾക്കും മോശം പ്രയോഗങ്ങൾക്കും നമ്മൾ നൽകുന്ന അനാവശ്യമായിട്ടുള്ള അറ്റൻഷൻസ് ഇത്തരം പ്രവണതകളെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടു നിൽക്കുന്നവർക്ക് ഒരു സന്ദേശം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആരെയും വ്യക്തിപരമായിട്ട് തകർക്കാനല്ല ഇത് പറയുന്നത്. പക്ഷെ അന്തസ്സുള്ള ഒരു സ്ത്രീ സമൂഹം ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ. എന്തായാലും ഇതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്രമണമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിലെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയ്ക്കെതിരെയുള്ള ഒരു ശബ്ദം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അത് മാന്യമായ ഭാഷയിൽ താഴെ രേഖപ്പെടുത്തുക. നമുക്ക് ഒരുമിച്ച് നല്ലൊരു സൈബർ ഇടം കെട്ടിപ്പടുത്താം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നന്ദി, നമസ്കാരം.